ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. വലിയ വണ്ടി, ചെറിയ എൻജിൻ, മാക്സിമം ഔട്ട്പുട്ട്, ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ഭാരം കുറഞ്ഞ ഒരു എൻജിൻ. ഈ ഒരു എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടർബോ ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത എയറിലേക്ക് ഒരു ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഹൈ പ്രഷർ ചെയ്ത ഫ്യുവലിനെ ഒരു ഇഞ്ചക്ടറിൻ്റെ സഹായത്തോടു കൂടി എൻജിൻ്റെ ഉള്ളിലേക്ക്, അതായത് കംപ്രഷൻ ചേമ്പറിലേക്ക് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്ത് ആ ഇഞ്ചക്ട് ചെയ്യപ്പെട്ട എയർഫിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കപ്പെടുന്ന എയർഫിൽ മിക്സറിനെ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ സഹായത്തോടെ കത്തിച്ച് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻജിൻ. അങ്ങനെ ലളിതമായ രീതിയിൽ നമുക്ക് GD എൻജിനെ വിശേഷിപ്പിക്കാം. 1 ലിറ്റർ GD എൻജിൻ. ഈ ഒരു എൻജിൻ ഇപ്പം പൊതുവെ എല്ലാ വാഹന ബ്രാൻഡുകളും ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1000 cc വരുന്ന ഒരു 3 സിലിണ്ടർ GD എൻജിൻ വരുന്ന ഒരു വാഹനം അത് എത്രത്തോളം നല്ലതായിരിക്കും? വെറുതെ തള്ളുകൾ കേട്ട് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കേണ്ട. നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത്തരം ഒരു വാഹനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപയോഗത്തിന് ആപ്റ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു എൻജിൻ്റെ ഗുണങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, പവറും പുള്ളിങ്ങും. നല്ല കിണ്ണം പവറാണ്, അതുപോലെ തന്നെ സൂപ്പർ പുള്ളിങ്ങുമായിരിക്കും. ക്യൂബിക് കപ്പാസിറ്റി കൂടിയ, അതായത് 1.2 ആയിക്കോട്ടെ, 1.4, 1.6 പോലുള്ള ക്യൂബിക് കപ്പാസിറ്റി കൂടിയ എൻജിനുകൾക്ക് സമാനമായ ഒരു ഔട്ട്പുട്ട് നൽകാൻ അല്ലെങ്കിൽ സമാനമായ ഒരു പവർ ഔട്ട്പുട്ട് നൽകാനായിട്ട് ഈ ഒരു എൻജിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ എൻജിൻ വരുന്ന വാഹനത്തിന് നല്ല രീതിയിലുള്ള പുള്ളിങ്ങും ഉണ്ടായിരിക്കും. അതായത് ഒരു 1000 cc വരുന്ന ഒരു എൻജിനാണ് ഇത്രയും പവർ കൂടിയ വാഹനങ്ങൾക്ക് സമാനമായ അല്ലെങ്കിൽ ഇത്രയും ക്യൂബിക് കപ്പാസിറ്റി കൂടിയ വാഹനങ്ങൾക്ക് സമാനമായ പവർ നൽകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എൻജിന് ചെറിയ RPM തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റി ഡ്രൈവിലൊക്കെ പതുക്കെ പോവുകയാണെങ്കിലും, ഇപ്പം എൻജിൻ RPM കുറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിലും നമുക്കൊരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. സാധാരണ MBFI വാഹനങ്ങളെ കണക്കല്ല, ആയാസരഹിതമായ രീതിയിൽ നമുക്ക് സിറ്റി ഡ്രൈവ് ആനന്ദിച്ച് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, മൈലേജ്. അതെ, ഈ ഒരു വാഹനത്തിൽ ഈ ഒരു എൻജിനിൽ മൈലേജ് താരതമ്യേന കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എയർഫ്യൂൽ മിക്സർ, കംപ്രഷൻ ചേമ്പറിൽ വരുന്ന എയർഫ്യൂൽ മിക്സർ താരതമ്യേന തണുത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കംപ്രഷൻ നടക്കാനും മാക്സിമം ഫ്യൂവല് കത്തി മാക്സിമം ഔട്ട്പുട്ട് കിട്ടാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ മൈലേജും നല്ല രീതിയിൽ ഈ ഒരു എൻജിനിൽ ലഭിക്കുന്നു. നാലാമത്തെ കാര്യം, പൊല്യൂഷൻ കുറവായിരിക്കും എന്നുള്ളതാണ്. അതെ, GD എൻജിനിൽ താരതമ്യേന പൊല്യൂഷൻ കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിനനുസരിച്ചും ഫ്യൂവൽ കത്താനായിട്ട് ഈ ഒരു സംവിധാനം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ GD എൻജിനിൽ പൊല്യൂഷൻ വളരെയധികം കുറവായിരിക്കും. അഞ്ചാമത്തെ കാര്യം, ടാക്സും ഭാരക്കുറവും. അപ്പം ടാക്സും ഭാരക്കുറവിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ടാക്സിൽ 1000 cc താഴെ വരുന്ന വാഹനങ്ങൾക്ക് കിട്ടുന്ന ഇളവ് ഈ ഒരു GD എൻജിൻ വരുന്ന വാഹനത്തിലും ലഭിക്കും. അതായത് 1 ലിറ്റർ GD എൻജിൻ വരുന്ന വാഹനത്തിലും ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ GD എൻജിന് പൊതുവെ ഭാരക്കുറവായതിനാൽ ഫ്രണ്ട് സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് ടയർ തേയ്മാനത്തിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വളരെയധികം കംപ്ലയിൻസ് കുറവായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ദോഷവശങ്ങൾ ഒന്ന് നോക്കാം. ഒന്ന്, കാർബൺ ഡെപ്പോസിറ്റ്. അതെ, ഇൻലെറ്റ് വാൽവുകൾക്കിടയിൽ കാർബൺ അടിഞ്ഞുകൂടാനുള്ള സാധ്യത ഈ GD എൻജിനിൽ വളരെയധികം കൂടുതലായിരിക്കും. അത് ഈ 3 സിലിണ്ടർ മാത്രമല്ല, GD എൻജിനിൽ പൊതുവേ വരുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം MBFI മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനിൽ പോർട്ട് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിലൂടെ വരുന്ന ഫ്യൂവൽ അല്ലെങ്കിൽ ആ പോർട്ടിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂവൽ ഇൻലെറ്റ് വാൽവിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തായിരിക്കും എൻജിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇപ്പം ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ഡയറക്റ്റ് കംപ്രഷൻ ചേമ്പറിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനം നടക്കില്ല. അതുകൊണ്ട് തന്നെ പോകെ പതുക്കെ വാൽവുകൾക്കിടയിൽ കാർബൺ അടിഞ്ഞുകൂടാനും ആ കാർബണുകൾ വാൽവിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനും വാൽവുകൾ പ്രോപ്പറായിട്ട് അടയാതിരിക്കാനും ഒക്കെ അല്ലെങ്കിൽ ഹീറ്റ് കൂടുതലാക്കാൻ വരാനായിട്ടൊക്കെ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കാരണമാകുന്നു. പലപ്പോഴും മിസ്സിങ് പോലുള്ള പ്രശ്നങ്ങൾ, വണ്ടിക്ക് മിസ്സിങ്, അതായത് നല്ല രീതിയിലുള്ള വിറയലോ മിസ്സിങ്ങോ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഈ ഒരു എൻജിനിൽ കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം, അമിതമായ ചിലവ്. അതായത് GD എൻജിൻ നമ്മളുടെ സാധാ MBFI എൻജിൻ പോലെയല്ല. രണ്ടും പെട്രോൾ എൻജിനാണെങ്കിലും രണ്ടും രണ്ട് രീതിയിലാണ്. CRD എൻജിൻ പോലെയാണ് GD എൻജിൻ ഏകദേശം പ്രവർത്തിക്കുന്നത്. അതായത് ഇതിൽ ഹൈ പ്രഷർ പമ്പ് ഉണ്ടായിരിക്കും, ടർബോ ഉണ്ടായിരിക്കും, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന് അനുബന്ധമായ മറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ സർവീസ്, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ചിലവ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പം മാരുതിയുടെ പല വാഹനങ്ങളിൽ അല്ലെങ്കിൽ സുസുക്കിയുടെ പല വാഹനങ്ങളും ബൂസ്റ്റർ ജെറ്റ് എൻജിൻ വരുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്, സംഭവം ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട്. നമ്മൾ കാലതാമസമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലളിതമായൊരു കാര്യം പറഞ്ഞുതരാം. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ വില 2000 രൂപയാണ്. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ വില 2000 രൂപയാണ്.
മൂന്നാമത്തെ കാര്യം, ഒരുപാട് ബ്രാൻഡുകളിൽ എല്ലാ ബ്രാൻഡുകളുടെയും കാര്യം പറയാൻ പറ്റത്തില്ല, എന്നാലും മോസ്റ്റ്ലി കൂടുതലും ബ്രാൻഡുകളിൽ കണ്ടുവരുന്നൊരു കേസിട്ടാണ് ഇതിൻ്റെ ടർബോ കംപ്ലൈൻറ്റ് ആവുക, അതുകണക്ക് തന്നെ ഇഞ്ചക്ടർ ഡാമേജ് ആവുക. ടർബോയുടെ കേസിട്ട് വരികയാണെങ്കിൽ ഒരു 50,000-60,000 കിലോമീറ്ററൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളെ വാഹനത്തിൽ ടർബോ എന്തെങ്കിലും രീതിയിൽ ഫിസൽ സൗണ്ട് കൂടുതൽ വരിക, ഓയിൽ ലീക്ക് വരിക, പവർ ഡ്രോപ്പ് വരിക, അതല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഗേറ്റ് യൂണിറ്റൊക്കെ ഒരുമാതിരി കണക്കണ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് വർക്കാകുക, അങ്ങനെയുള്ള കേസ് കെട്ടുകൾ വരും. അതുപോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇഞ്ചക്ടറിൽ കാർബൺ ഡെപ്പോസിറ്റ് വന്നിട്ട് അതിൻ്റെ സ്പ്രേയിങ് കുറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ പൊതുവേ GD എഞ്ചിനിൽ അല്ലെ എല്ലാ ബ്രാൻഡുകളിലും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും GD എഞ്ചിനുകളിൽ ടർബോയുടെയും ഇഞ്ചക്ടറിൻ്റെയും പ്രശ്നങ്ങൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. നാലാമത്തെ കാര്യം, ഹൈ ഒക്ടേൻ പെട്രോളുകൾ മാത്രമേ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചാൽ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു എഞ്ചിൻ്റെ ലൈഫും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. GD എഞ്ചിൻ വരുന്ന വാഹനങ്ങളിൽ ഹൈ ഒക്ടേൻ പെട്രോൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ GDI സംബന്ധമായിട്ടുള്ള പാർട്സുകൾക്ക് പെട്ടെന്ന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഹൈ ഒക്ടേൻ പെട്രോളുകൾ മാത്രമേ ഈ ഒരു വാഹനത്തിൽ കാര്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെയിൻ്റനൻസ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഹൈ ഒക്ടേൻ പെട്രോളുകൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഈ എഞ്ചിനിൽ ഹൈ ഒക്ടേൻ പെട്രോളുകളല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് ഇത്തിരി അധികമായിട്ടുണ്ടാകാനും അതുപോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം വരാനോ പ്രീ ഇഗ്നിഷൻ വരാനോ ഉള്ള സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തെ കാര്യം, ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് GD എഞ്ചിൻ 3 സിലിണ്ടർ വരുന്നതിന്, അതായത് 1 ലിറ്റർ വരുന്നതിന് തീർച്ചയായിട്ടും വിറയലുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളെ വണ്ടിക്ക് വിറയലില്ലെങ്കിലും പോകെ ആ വിറയൽ വളരെയധികം കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഡീസലിന് സമാനമാണ്, ഡീസൽ ടർബോ എഞ്ചിൻ അല്ലെങ്കിൽ CRT എഞ്ചിന് സമാനമായിട്ട് നമ്മൾ 30,000 കിലോമീറ്റർ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ 40,000 അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആകുമ്പോൾ ചെയ്യണം. ഇൻ്റർകൂളർ, MAP, MAF, പ്ലഗ്, ത്രോട്ടിൽ ബോഡി പോലുള്ളവയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യണം. ഇതിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു വെല്ലുവിളിയാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ദീർഘനാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിലെ ഫ്യൂവലിൻ്റെ രീതിക്കനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചും മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സാധ്യത വളരെയധികം കുറവാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ സാമ്പത്തിക ചെലവ്, ഇപ്പം ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനിൽ അതിൽ വരുന്ന ഒറിജിനൽ പ്ലഗ് ഒരെണ്ണത്തിന് 2,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപയ്ക്ക് അടുപ്പിച്ചാണ് വരുന്നത്. 3 പ്ലഗ് ആകുമ്പോൾ തന്നെ ഏകദേശം ഒരു 6,000 രൂപയോളം വരുന്നുണ്ട്. അതിൽ ആ 3 പ്ലഗ് മാറുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു സാധാരണ MPF എഞ്ചിൻ ഫുൾ സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് എഞ്ചിൻ വേണം എന്നുള്ളത്. അത്യാവശ്യം മൈലേജോടുകൂടി പവറുള്ള എഞ്ചിൻ വേണം എന്നുള്ളവർ മാത്രം GD എഞ്ചിൻ നോക്കുക. പിന്നെ GD എഞ്ചിനിൽ മൈലേജിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, കാല് കൊടുത്താൽ, അതായത് അന്യായമായിട്ട് അല്ലെങ്കിൽ വാക്കല്ലാതെയൊക്കെ കാലോട്ട് ടപ്പെന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ മൈലേജ് അതിൻ്റെ 4-1 കൂപ്പൂത്താനുള്ള സാധ്യത GD എഞ്ചിനിൽ വളരെയധികം കൂടുതലാണ്. അതും കൂടെ ഓർമ്മ വെച്ചോ. അപ്പം അത്തരത്തിലൊരു എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം മൈലേജോടുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് GD എഞ്ചിൻ നോക്കാം. അതല്ല നിങ്ങൾക്ക് കൂടുതൽ നാൾ ഒരു ഫാമിലി യൂസിന് ഒരു വാഹനം നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ 1.2, 1.4, 1.5 അങ്ങനെ വരുന്ന സാധാരണ ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് സാധാരണ ഒരു പെട്രോൾ എഞ്ചിനില്ലേ അത് നോക്കുക. പരസ്യങ്ങളിലും പഞ്ചാര വാക്കുകളിലും വീഴാതെ നിങ്ങളുടെ ഉപയോഗത്തിനും നിങ്ങളുടെ സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള വാഹനങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.